ചിയാൻ വിക്രം എല്ലാ സിനിമ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നടനാണ് ചിയാൻ വിക്രമിന്റെ ഒരു മാസി ഹിറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ വീരധീര സൂര അതാണ് പടത്തിന്റെ പേര്. അത് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പടമാണത്. പടത്തിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ആ ടീസറൊക്കെ അടിപൊളിയായിരുന്നു. ടീസറിൽ തന്നെ 62 എന്നുള്ള നമ്പറൊക്കെ, അതായത് ചിയാന്റെ 62ാമത്തെ പടമാണ് കാണിക്കണ ആ രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ ട്രെയിലർ ഇറങ്ങി പടം വന്ന എക്സ്പെക്ടേഷൻ വന്ന് കേരളത്തിൽ എമ്പുരാനായിട്ടായിരുന്നു ക്ലാഷ്. അതുകൊണ്ട് കേരളത്തിൽ എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പൊ വീരധീര സൂര പടത്തിന്റെ റിവ്യൂ ആയിട്ട് ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീരധീര സൂര SU അരുൺകുമാർ ഡയറക്ഷനിൽ. SU അരുൺകുമാറിന്റെ പ്രീവിയസ് പടങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും. പ്രീമിയർ പത്മിനി, പിന്നെ വിജയ് സേതുപതിയുടെ സേതുപതി, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചിത്ത, എല്ലാം കിടിലൻ പടങ്ങളാണ്. അത് ഭയങ്കരമായിട്ട് ഇമോഷണലിയും മാസമായിട്ടും പടങ്ങൾ എടുക്കാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരാള് ചിയാൻ വിക്രമിന്റെ കിട്ടുമ്പോ ഉള്ള അവസ്ഥ അറിയാലോ, അത് പൊളിച്ചിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം അത്രയും കിടിലൻ ഔട്ട്പുട്ടാണ് പടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഡേ കേരളത്തിൽ പടം ഇറങ്ങിയില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ രണ്ടാമത് ദിവസമല്ല, ശനിയാഴ്ച വീക്കെൻഡിലാണ് ഞാൻ കോയമ്പത്തൂരിലേക്ക് വന്നപ്പോ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ പടം കാണുന്നത്. അത് KG തിയേറ്ററിൽ തമിഴ്നാട്ടില് സ്ക്രീൻ 3. ഭയങ്കര വലിയ സ്ക്രീനാണ്. എനിക്ക് തോന്നുന്ന ഒരു 600 കപ്പാസിറ്റി ഉള്ള സ്ക്രീനാണ്. അത് കിടിലൻ ക്രൗഡായിട്ട് തന്നെയാണ് ഞാൻ പടം കണ്ടത്. അത് പടത്തിന്റെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് GV പ്രകാശ് മ്യൂസിക് ഡയറക്ഷൻ. പടത്തിന്റെ BGM ഭയങ്കരമായിട്ട് സീൻ അനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പടം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ BGM അടിപൊളിയാണ്. പിന്നെ സെക്കൻഡ് പോസിറ്റീവ് സിനിമോട്ടോഗ്രാഫി. എന്റെ പൊന്നോ, എന്ത് അടിപൊളി ഷോട്ട്സ് ആണെന്ന് അറിയോ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, അതായത് ഫുൾ ഒരു രാത്രി അടങ്ങുന്ന കഥയാണ്. അപ്പൊ ഫുൾ ഷോട്ട്സും ഡേ ലൈറ്റിലില്ല, എല്ലാം ആ നൈറ്റ് ലൈറ്റിൽ തന്നെയാണ് കാണിച്ചേക്കണം. അപ്പൊ അത് അത്ര ഒറിജിനാലിറ്റിയോട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിലെ ഏറ്റവും പ്ലസ് പോയിന്റ് ഒരു 15 to 16 മിനിറ്റുള്ള ഒരു സിംഗിൾ ഷോട്ട് ഉണ്ടായിരുന്നു. അത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഒന്നും പറയാനില്ല. ആ ഒരു 15 മിനിറ്റ് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോവാം. പിന്നെ ഉള്ള പോസിറ്റീവ് വിക്രമിന്റെ ആക്ടിങ് വേറെ ലെവലിൽ അറിയാലോ. അതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിക്രമിന്റെ ഇമാരി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ദിവസം കിട്ടാത്തതുകൊണ്ടാണ് പുള്ളി കാണിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കറക്റ്റ് എല്ലാം ഒത്തു വന്നു. ആ കഥക്ക് വേണ്ട രീതിയിൽ പുള്ളി ആ ക്യാരക്ടറിനെ ഓൾട്ടർനേറ്റ് എടുത്ത് കിഡിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ഗ്രൂപ്പ്, ഇപ്പൊ സുരാജ് വെനറോ ഉണ്ട്, SJ സൂര്യ ഉണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ആക്ട്രസും കൂടി ഉണ്ട്. മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആക്ടിങ് വൈസ് നോക്കിയാലും എല്ലാം തുഷാരാണെങ്കിലും എല്ലാ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കുറവും പറയാനില്ല പടത്തിന്. പിന്നെ പടത്തിന്റെ പ്ലസ് എന്ന് പറയാൻ സ്റ്റോറി ലൈനാണ്. അതായത് ഞാൻ ചീത്ത നീ നല്ലവൻ, അല്ലെങ്കിൽ ഞാൻ നല്ലവൻ നീ ചീത്ത, അങ്ങനത്തെ ഒരു ലൈനല്ല. സിറ്റുവേഷൻ ബേസ്ഡ് ആണ് പടം പോണത്. പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല പടം ഓക്കെ അടുത്ത സെക്കൻഡ് ഇതാണ് നടക്കാൻ പോണം. അറിയാം എന്തായാലും, അതായത് വിക്രമിനൊന്നും പറ്റില്ല, വിക്രം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ആ സീനൊക്കെ ഓക്കെ, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സീൻ പോലും നമുക്ക് അടുത്ത് ഇതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് എൻഡ് വരെ പടം പോണത്. ഫസ്റ്റ് ഹാഫ് തുടക്കത്തിൽ ഇച്ചിരി ഒന്ന് പടം ഇച്ചിരി സ്ലോ ഫേസ് ആണ്. പിന്നീട് ആ ഒരു സ്ലോ ഫേസ് ഒക്കെ മാറി ആ ഒരു എക്സ്റ്റെൻഡ് ലെവലിലേക്ക് എത്തും. അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവെല്ലിലേക്ക് വരുമ്പോഴത്തേനും, ഇന്റർവെല് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. അതായത് കോൺവെർസേഷൻ നടക്കുമ്പോ കോൺവെർസേഷന്റെ ഇടയിൽ കൂടിയിട്ട് പടം നിർത്തിയിട്ട് ഹാവ് എ എന്താണ് ബ്രേക്ക്, ഗ്രാബ് സം സ്നാക്സ്, ഹാവ് എ ടീ ബ്രേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ എഴുതി കാണിച്ചിട്ടൊക്കെയാണ് ഇന്റർവെൽ കാണിക്കുന്നത്. അതായത് പിന്നെ ഇന്റർവെൽ കഴിഞ്ഞ് തുടങ്ങുമ്പോ പിന്നെ ആ പടം തന്നെ പിക്കപ്പ് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ ഫുൾ മാസ് ഫാൻസിന് വേണ്ടി വിക്രമർ അഴിഞ്ഞാടിയെന്ന് പറയാം. സെക്കൻഡ് ഹാഫില് ഫുള്ള്, അതായത് ആ ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഫുള്ള് പൊട്ടിക്കണത് ഓരോ സീൻസ് ആയിട്ട്. അപ്പൊ അടിപൊളിയാണ്. എന്താണ് കിഡിലൻ കുറെ സീൻസ് ഉണ്ട്. എനിക്ക് അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് അതിലൊരു ടേം യൂസ് ചെയ്ത് കിഴങ്ങ്. അതായത് അത് പറഞ്ഞ സ്പോയിലർ, അത് ഞാൻ പറയല. പക്ഷെ ആ കിഴങ്ങ് ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് എൻഡ് വരെ അത് ആ കഥയിലുണ്ട്. എന്താണ് എന്നുള്ളത് അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ അതിന്റെ ഫീൽ മനസ്സിലാവുള്ളൂ. പടം മിസ്സാകരുത് തിയേറ്ററിൽ നിന്ന്. നിങ്ങൾ OTT വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തത്. ഈ പടം തിയേറ്ററിൽ അത്രയും ക്രൗഡിന്റെ ഒക്കെ ഒപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഫീലില്ല. അതിലൊരു സീനൊക്കെ ഉണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ വിക്രമിന്റെ ഒരു സീനുണ്ട്. എന്റെ പൊന്നോ, അതൊക്കെ
ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പുള്ളിക്കുള്ള കാലിബർ മൊത്തത്തില് കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇപ്പൊ കാളി എന്നുള്ളത്. അത് പടം തുടങ്ങുമ്പോ തന്നെ സ്റ്റാർട്ടിങ്ങില് കാളി എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ ഓഡിയൻസിന് ആ ഒരു ഇമ്പാക്ട് കിട്ടിയിട്ട് ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യാനും ഒച്ചപ്പ് വിസിലും അടിക്കാൻ തുടങ്ങി. അപ്പൊ ആ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് അറിയാന്നുള്ള കാര്യം ഇതൊരു സെക്കൻഡ് പാർട്ടാണ് ശരിക്കും. ഫസ്റ്റ് പാർട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ സെക്കൻഡ് പാർട്ടിന് ശേഷമാണ് ഫസ്റ്റ് പാർട്ട് കാണിക്കാൻ പോണത്. ഈ പടത്തിന് കാളി എന്താണ്, കാളിനെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ളത് ഈ പടത്തിൽ തന്നെ കാണിച്ചു. ഇനിയിപ്പോ ഇത് കാളി എങ്ങനെയായി എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതും ചിലപ്പോൾ അടിപൊളിയായിട്ട് കാളി ഇതാണ് ഞാൻ ഇങ്ങനെയാണെന്നുള്ള ക്യാരക്ടർ റിവീൽ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ആളെ കുറിച്ച് പിന്നെയും അറിയണം എന്ന ആഗ്രഹം എനിക്കില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പൊ അത്രയ്ക്കുള്ള എനിക്ക് പറയാൻ. പടം ഓവറോൾ നോക്കി കഴിഞ്ഞാല് കിടിലൻ പടം. എവിടെയൊക്കെ ഇച്ചിരി സ്ലോ ഫേസ് ഉണ്ട് പടത്തിന്, പക്ഷെ അതൊന്നും ബാധിക്കില്ല. നമ്മ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ അതൊന്നും ബാധിക്കില്ല. അപ്പൊ കേരളത്തിലെ എമ്പൂരാൻ തരംഗമാണെന്ന് അറിയാം, എന്നാലും ഇത്ര നല്ലൊരു പടം ആരും മിസ് ചെയ്യരുത്. എല്ലാരും കാണുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള പടമാണ്. BGM ഒക്കെ കുറെ കിടിലനായിട്ടാണ് ജീവിപ്രകാശ് ചെയ്ത് വെച്ചത്. അപ്പൊ അതൊക്കെ അറ്റ്മോസ്ഫിയർ കേട്ടാലേ ആ ഒരു എഫക്ട് കിട്ടില്ലാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെറിയ സ്പീക്കറിൽ അല്ലെങ്കിൽ ചെറിയ സബ് വൂഫറിലൊന്നും കേട്ടാൽ ചിലപ്പോൾ കേൾക്കില്ല. അപ്പൊ ഡു വാച്ച് വീരധീര സൂര ഇൻ തിയേറ്റേഴ്സ്. പത്രമുള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.